So now let's move on to some examples and some results regarding this subsequences. So we have established that a sequence converges implies its subsequence converges, and also the subsequence converges to the same limit. ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് അതിൻ്റെ സബ്സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് സെയിം ആയിരിക്കും. റിവേഴ്സ് ഇംപ്ലിക്കേഷൻ ശരിയാകണമെന്ന് നിർബന്ധമില്ല. വിച്ച് മീൻസ് ദാറ്റ് ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്നില്ല. എക്സാമ്പിളായിട്ട് xn ഈസ് ഈക്വൽ ടു -1 എടുക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി -1 n ഓഡ് ആകുമ്പോൾ 1 n ഈവൻ ആകുമ്പോൾ ഇതിൻ്റെ x2n + 1 എന്ന് പറയുന്ന സബ്സീക്വൻസും x2n എന്ന് പറയുന്ന സബ്സീക്വൻസും എടുക്കുക. ഈ രണ്ട് സീക്വൻസും കൺവേർജ് ചെയ്യുന്നുണ്ട്. ഒന്ന് -1ലേക്കും ഒന്ന് 1ലേക്കുമാണ് കൺവേർജ് ചെയ്യുന്നത്, പക്ഷേ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല. സോ ഒരു സീക്വൻസിൻ്റെ സബ്സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്നില്ല. ഓക്കെ. ആൻഡ് ഓൾസോ ഇതുമായി ബന്ധപ്പെട്ട ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് ചില ക്ലാസ് ഓഫ് സീക്വൻസുകളുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. സോ അങ്ങനെയുള്ള 1-2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സോ ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് example 1 is limit b raised to n equal to 0, 0 less than b less than 1. സോ ബി റൈസ് ടു എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു. കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് 0 ആണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നോക്കാം. സോ xn ഈസ് ഈക്വൽ ടു ആക്ച്വലി b റൈസ് ടു n. ഓക്കെ. ബിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് ഈ b റൈസ് ടു എന്നിനെ ഒരു ബിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ചെറുതാകുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വാല്യൂ ബി എന്ന് പറഞ്ഞ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് തന്നെ. സോ 0ക്കും 1നും ഇടയ്ക്കുള്ളൊരു ക്വാണ്ടിറ്റി കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ബിക്കംസ് ലെസ്സർ. സോ ബി റൈസ് ടു n + 1 വിച്ച് ഈസ് ആക്ച്വലി ബി ഇൻറ്റു ബി റൈസ് ടു n. ഓക്കെ. ബി റൈസ് ടു എന്നെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ ബി റൈസ് ടു. ഓർ ഇൻ ജനറൽ xn + 1 is actually less than xn. So which means that this sequence is actually monotonic decreasing. Okay. ഈ സീക്വൻസ് monotonic decreasing ചെയ്യുന്ന സീക്വൻസ് ആണ്. ഇനി നമുക്ക് ബിയുടെ വാല്യൂ എപ്പോഴും b greater than 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? b raised to n is always greater than 0. 0യെക്കാട്ടിലും വലിയൊരു നമ്പറിൻ്റെ പവേഴ്സ് എടുത്താലും അത് 0യെക്കാട്ടിലും വലുതാകത്തും. So which means that xn is actually greater than 0. So it is actually monotonic decreasing and bounded below. So which means that xn is monotonic decreasing plus bounded below. Then by monotone convergence theorem xn is convergent. Okay. So xn converge ചെയ്യുന്ന ലിമിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് xn converges to x or limit n tends to infinity b raised to n is equal to x. ഇനി xൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ. സോ നമുക്കറിയാം ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യും. തൊട്ട് മുമ്പത്തെ റിസൾട്ട് പറഞ്ഞു. ഓക്കെ. സോ നമ്മൾ ഈ ബി റൈസ് ടു എൻ്റെ സബ്സീക്വൻസ് ആയ b2 റൈസ് ടു n കൺസിഡർ ചെയ്യും. അതായത് b², b റൈസ് ടു 4, b റൈസ് ടു 6, b റൈസ് ടു 8 എക്സെട്ര. നമ്മുടെ സീക്വൻസ് b റൈസ് ടു n വിച്ച് ഈസ് b², b³ b റൈസ് ടു 4 എക്സെട്ര. ഇതിൻ്റെ ഈവൻ ടേംസ് മാത്രം എടുക്കണം. സോ b റൈസ് ടു 2n or x2n is actually a subsequence of what? Our sequence xn. And also sequences subsequence converges to the same limit ആയതുകൊണ്ട്
limit n tends to infinity x2 raised to n, sorry, x2 raised to n, x2n x2n is equal to limit n tends to infinity b raised to 2n is equal to x. Okay. ഇനി ലിമിറ്റ് n tends to infinity b raised to 2n നമുക്ക് ലിമിറ്റ് n tends to infinity b raised to n the whole square എന്ന് എഴുതാം. ഓക്കെ, b raised to n അങ്ങനെ എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു limit n tends to infinity b raised to n into limit n tends to infinity b raised to n. ഓക്കെ, കാരണം നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ലിമിറ്റ് n tends to infinity b raised to n is actually n x. So this is actually x times x which is equal to x square. So limit n tends to infinity b raised to 2n is x square. Already പറഞ്ഞു limit n tends to infinity b raised to 2n is x. So x should be equal to x square ആയിരിക്കണം. So x ഉം x സ്ക്വയറും ഈക്വൽ ആകുന്ന രണ്ട് വാല്യൂസേ ഉള്ളൂ. So which means that either x is equal to 0 or x is equal to 1. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം നമ്മുടെ b എന്ന് പറയുന്നത് b is always less than 1. So which means that b raised to n is always less than 1. Then limit b raised to n should always be less than 1. ഓക്കെ, കാരണം നമ്മൾ ലിമിറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. സോ ലിമിറ്റ് ഒരിക്കലും എന്താകാൻ പാടില്ല, 1 ആകാൻ പാടില്ല, 1-നെക്കാട്ടിലും ചെറുതാകാനേ പാടുള്ളൂ. സോ വിച്ച് മീൻസ് ദാറ്റ് ലിമിറ്റ് b raised to n is actually x which is x less than 1. സോ എക്സിൻ്റെ വാല്യൂ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, ഒന്നുകിൽ 0 ആകുക അല്ലെങ്കിൽ 1 ആകുക. സോ എക്സിൻ്റെ വാല്യൂ 1-നെക്കാട്ടിലും ചെറുതുമാകണം, വിച്ച് ഇംപ്ലൈസ് x should be equal to 0. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സീക്വൻസ് b raised to n കൺവേർജസ് ടു 0 എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ റിസൾട്ട് ചില ക്ലാസ് ഓഫ് സീക്വൻസിൻ്റെ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് വൺ പർട്ടിക്കുലർ എക്സാമ്പിൾ. മൂവിങ് ഓൺ ടു അനദർ എക്സാമ്പിൾ. ഓൾസോ ഒബ്സർവ് ദാറ്റ് ദിസ് ഫാക്ട് ഈസ് ട്രൂ. ഒരു വസ്തുതയും കൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ഇത് ട്രൂ ആയി പറയുന്നത് അവർ സീക്വൻസ് എക്സ് എൻ ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ് കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ സീക്വൻസ് ആക്ച്വലി കുറഞ്ഞു വരികയാണ് സീക്വൻസിൻ്റെ ടേംസ് എല്ലാം. ഓക്കെ, സോ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഏറ്റവും വലുത്, പിന്നീട് കുറഞ്ഞു വരികയാണ്. സോ b ലെസ് ദാൻ 1 ആണ്, b raised to n is ലെസ് ദാൻ 1 ആണ്, സീക്വൻസ് ഇസ് മൊണോട്ടോണിക് ഡിക്രീസിങ് കൂടെ ആയതുകൊണ്ട് ലിമിറ്റ് b raised to n is ആക്ച്വലി ലെസ് ദാൻ 1 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ആ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി വൺ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ് ഇത് ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ ടു അനദർ എക്സാമ്പിൾ. So next example is limit c raised to 1 by n is equal to 1 for c greater than 1. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിൻ്റെ ലിമിറ്റ് 1 ആണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം യൂസിങ് ദ പ്രീവിയസ് റിസൾട്ട്. നമ്മൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു നമ്മുടെ സീക്വൻസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു c raised to 1 by n എന്ന് നമ്മൾ ചൂസ് ചെയ്യും. ക്ലിയർലി എക്സ് എൻ പ്ലസ് 1 ഈസ് ആക്ച്വലി ലെസ് ദാൻ എക്സ് എൻ, അല്ലെങ്കിൽ എക്സ് എൻ എന്നുള്ള സീക്വൻസ് ഈസ് മൊണോട്ടോണിക് ഡിക്രീസിങ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കറിയാം n പ്ലസ് 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n. സോ 1 by n പ്ലസ് 1 ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 by n. ഓക്കെ, ഇൻഇക്വാലിറ്റിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് സിൻസ് c ഈസ് ഗ്രേറ്റർ ദാൻ 1 log c is always greater than 0. Okay, now log c ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റിയോടൊപ്പം log c കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇൻഇക്വാലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. സോ 1 by n plus 1 into log c should be less than 1 by n into log c. ഓക്കെ, ഇനി നമ്മൾ എന്തെടുക്കുന്നു, ലോഗിൻ്റെ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ദിസ് ഷുഡ് ബി ലോഗ് c raised to 1 by n plus 1 is less than log c raised to 1 by n. ഇത് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്
ഇനി നമ്മൾ രണ്ട് സൈഡിലും ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം എടുക്കുമ്പോൾ ഈ ലോഗ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ സി റേസ് ടു 1/n+1 is less than c raised to 1/n. Okay, so this is actually xn+1, so less than xn. So നമുക്ക് കിട്ടിയ സീക്വൻസ് c raised to 1/n എന്നുള്ള സീക്വൻസ് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ് ആണ്. കാരണം c greater than 1 ആണെന്നുള്ള അസംഷൻ പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്കറിയാം c greater than 1 ആയതുകൊണ്ട് c greater than 1 ആയതുകൊണ്ട് c raised to 1/n is always greater than 1. ഓക്കെ, ഇതും കൃത്യമാണ്. So which means that our sequence xn is monotonic decreasing and bounded below, which implies by monotone convergence theorem it is convergent. Okay, so ഇത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ആണ് x എന്ന് ചൂസ് ചെയ്യുന്നത്. ലെറ്റ് xn converges to x. We have to prove that x should be equal to 1. x 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി x 1 ആണെന്ന് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഓക്കെ, ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യാൻ നമുക്കറിയാം. ഓക്കെ, കാരണം പ്രീവിയസ് റിസൾട്ട് വെച്ച് ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുകയാണ്, അതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു സബ്സീക്വൻസ് എടുക്കുന്നു x2n which is equal to c raised to 1/2n. നമുക്ക് c raised to 1/2 എന്ന് വെച്ചാൽ c raised to 1/2, c raised to 1/4, c raised to 1/6 etc. ഇതാണ് c raised to 1/2. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് c raised to 1/1, c raised to 1/2, c raised to 1/3 etc. ആണ് നമ്മുടെ സീക്വൻസ് xn. ഇതാണ് x2n. നമ്മൾ ഈ സീക്വൻസിൻ്റെ അകത്ത് നിന്ന് ഈവൻ ടേംസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്തുള്ളൂ. ഇതിനെ നമുക്ക് c raised to 1/n the whole raised to 1/2 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്കറിയാം ഒരു സീക്വൻസിൻ്റെയും അതിൻ്റെ സബ്സീക്വൻസിൻ്റെയും ലിമിറ്റ് സെയിം ആണ്. സോ ലിമിറ്റ് n tends to infinity x2n should be equal to limit n tends to infinity xn which should be equal to x. ഓക്കെ, ഇത് നമുക്കറിയാം. ഇനി രണ്ടാമതായിട്ട് ലിമിറ്റ് n tends to infinity x2n should be equal to limit n tends to infinity c raised to 1/2n which should be equal to limit n tends to infinity c raised to 1/n the whole raised to 1/2. ഇനി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് this is equal to limit n tends to infinity c raised to 1/n the whole raised to 1/2 എന്ന് എഴുതാം. Limit n tends to infinity c raised to 1/n is limit n tends to infinity xn. Limit n tends to infinity xn is x. So this is actually x raised to 1/2 എന്ന് കിട്ടും. സോ ഇത് രണ്ടും സെയിം, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് രണ്ടും സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡും സെയിം ആണ്. സോ x should be equal to x raised to 1/2. സ്ക്വയർ ചെയ്യുമ്പോൾ x should be equal to x square എന്ന് കിട്ടും. x is equal to x square സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് റിയൽ നമ്പേഴ്സേ ഉള്ളൂ, വിച്ച് ഈസ് 0 and 1. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ സീക്വൻസിൻ്റെ എല്ലാ ടേമും c raised to 1/n is always greater than 1. ഓക്കെ, greater than or equal to 1, greater than 1 ആണ്. So which means that c greater than 1 ആയതുകൊണ്ട്, which means that limit n tends to infinity c raised to 1/n should be greater than or equal to 1. ഇത് ട്രൂ ആയിരിക്കണം. ഓക്കെ, so which means that limit n tends to infinity c raised to 1/n is greater than or equal to 1 എന്ന് വെച്ചാൽ ലിമിറ്റ് this is actually x. so x should be greater than or equal to 1. അപ്പോൾ x ഒരിക്കലും 0 ആകാൻ പറ്റില്ല. so x should be equal to 1. അതായത് ലിമിറ്റ് n tends to infinity c raised to 1/n converges to 1 എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ലിമിറ്റ് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ തന്നെ നമുക്ക് മറ്റൊരു കേസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. 0 ലെസ് ദാൻ c ലെസ് ദാൻ 1ൻ്റെ കേസിൽ c raised to 1/n converges to 1 or limit c raised to 1/n equal to 1. അതും നമുക്ക് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ചെയ്യാം. അവിടെ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, c ലെസ് ദാൻ 1 ആണെങ്കിൽ ലോഗ് c ഈസ് ആക്ച്വലി ലെസ് ദാൻ 0 ആണെന്ന് മാത്രം ഓർക്കുക.
അത് വെച്ച് അത് നിങ്ങൾ ചെയ്യുക. സോ ദിസ് ഈസ് ആൻ എക്സസൈസ് പ്രോബ്ലം ഫോർ യു. സോ പ്രൂവ് ദാറ്റ് for 0 less than c less than 1, c raised to 1 by n converges to 1 using subsequence theorem, convergence of subsequence. So ഇത് നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് ആണ്. യു ഹാവ് ടു ഡു ദിസ്. സംശയമുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ആസ് വെൽ. So I hope you understood. Thank you.